students, we are going to discuss about the last tense, which is the category of simple continuous tenses. What is simple continuous tense? I mean, there are other three continuous tenses in English. They are very complex in use. They are present perfect continuous tense, past perfect continuous tense, future perfect continuous tense. അത് വളരെ സാധാരണമായിട്ട് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ടെൻസുകളല്ല. വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. കാരണം ആ ടെൻസ് ഉപയോഗിച്ചാൽ തന്നെ ഒരു വാചകത്തിന്റെ അർത്ഥം മാറിപ്പോകുന്നതാണ്. അത്ര പ്രത്യേകതയുള്ള ടെൻസുകളാണ് ആ മൂന്നെണ്ണം. അപ്പൊ അതും കണ്ടിന്യൂസ് ടെൻസുകൾ തന്നെയാണ്. ഞാൻ അതിൽ പെടാത്ത സാധാരണ കണ്ടിന്യൂസ് ടെൻസുകളുടെ രൂപത്തിലാണ്, വെറുതെ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. Present continuous, past continuous, then we are going to the future continuous tense. So present continuous was very simple in the case of structure. Past continuous tense was also very simple. The future continuous tense is also very simple, but there is a point to be noted. ഈ ഒരു ടെൻസ് എഴുതി വരുമ്പോൾ ഒരു തെറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചിരിക്കുക. What is future continuous tense? An action will occur in the future and it will continue for an expected period of time. അതായത് ഒരു ആക്ഷൻ ഭാവിയിൽ സംഭവിക്കുകയും ഒരു പ്രതീക്ഷിതമായിട്ടുള്ള, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തോളം തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു സർട്ടൈൻ പീരീഡ് ഓഫ് ടൈം അത് തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യും. സിംപ്ലി വി ക്യാൻ ടെൽ ദാറ്റ് ഒരു പ്രവൃത്തി ഭാവിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ഇൻ മലയാളം. അതായത് ഭാവിയിൽ ഒരു സമയത്ത് ഒരു പ്രവൃത്തി സംഭവിക്കുകയും അത് പ്രതീക്ഷിതമായിട്ടുള്ള, നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് സമയത്തേക്ക് തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ സൂചന. അതായത് അത് എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളത്. അതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഭാവിയിൽ ഒരു ആക്ഷൻ occur in future and it will continue for an expected period of time. പ്രതീക്ഷിതമായിട്ടുള്ള കുറച്ച് കാലത്തോളം ചിലപ്പോൾ 5 മിനിറ്റ് ആവും, ചിലപ്പോൾ 2 മിനിറ്റ് ആവും, ചിലപ്പോൾ 10 കൊല്ലാവും. എനിവേ it is continuing. That is future continuous tense. Then we can study the structure of future continuous tenses. Future continuous tense. Then form of verb. What is a form of verb? Verbന്റെ രൂപം എന്തായിരിക്കണം? That is same as the present continuous and past continuous. All continuous tenses possess a particular form, that is V1 plus ing. Verb 1 plus ing. Present form of verb plus ing. There is no change in it. Auxiliaries. There are two auxiliaries. Will be and shall be. Splitted auxiliary. ഇതുവരെ നമ്മൾ ഓക്സിലറിയിലെ did ആയാലും, do ആയാലും, does ആയാലും, will, shall ഒക്കെ
അതായത് ഒറ്റ ഓക്സിലറീസ് ആയിരുന്നു. വില്ല്, അതിന്റെ കൂടെ കഷ്ണങ്ങളൊന്നുമില്ല. ഈ ബി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇംഗ്ലീഷിൽ. ബിക്ക് പല സാറേം വാസ്വേറിന്റെ ഒക്കെ ഒരു മദറായിട്ട് പറയാവുന്ന ഒരാളാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഒരു വിവിധ രൂപങ്ങളാണ് അത്രേ അതൊക്കെ. എനിവേ, ഈ ബി എന്ന വാക്ക് വില്ലിന്റെയും ഷാളിന്റെയും കൂടെ ചേരുമ്പോഴാണ് ഈ ഓക്സിലറി ഉണ്ടാവുക. വിൽ ബി ആൻഡ് ഷാൾ ബി, they are the auxiliaries which is used in future continuous tense. Will be and shall be. പിന്നെ അത് എവിടെ ഉപയോഗിക്കും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പഠിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഐ, വി എന്നീ സബ്ജക്റ്റുകളുടെ കൂടെയാണ് സാധാരണ ഷാൾ ഉപയോഗിക്കാറുള്ളത്. മറ്റെല്ലാ സാഹചര്യത്തിലും വില്ലാണ് ഉപയോഗിക്കാറുള്ളത്. മറിച്ച് ഉപയോഗിച്ചാൽ അത് ഊന്നിപ്പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഐ ഷാൾ എന്നുള്ളതിന് പകരം ഐ വിൽ, ഐ ഷാൾ കിൽ യു എന്ന് നമ്മൾ തമാശ പറയുന്നത്, ഞാൻ നിന്നെ കൊല്ലൂട്ടാ. ഐ വിൽ കിൽ യു, ദാറ്റ് മീൻസ് ഡേഞ്ചറസ്, സൂക്ഷിച്ചോളൂ, ഉറപ്പിച്ചിട്ടുള്ള പറച്ചിലാണത്. അതിനു വേണ്ടിയിട്ടാണ് ഈ നിയമം തെറ്റിച്ച് ഉപയോഗിക്കുക. വില്ലും ഷാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഒരു സംഭവം ഊന്നി പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. സാധാരണഗതിയിൽ ഐ ആൻഡ് വി ഈ രണ്ട് സബ്ജക്റ്റുകളുടെ കൂടെയാണ് ഷാൾ വരിക. മറ്റെല്ലാ സബ്ജക്റ്റുകളുടെ കൂടെയും വിൽ ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതേ നിയമം തന്നെയാണ് ഇതിലും വരുന്നത്, ഈ രണ്ട് കാര്യത്തിലും. Then നമുക്കൊരു എക്സാമ്പിൾ ഇതിൽ എഴുതി ഡിസ്കസ് ചെയ്യാനായിട്ട്. ഇത്ര തന്നെയുള്ളൂ. വർബിന്റെ ഫോം V1 പ്ലസ് ing തന്നെയാണ്. ഓക്സിലറീസ് വിൽ ബി ആൻഡ് ഷാൾ ബി. ഇനി നമുക്കൊരു എക്സാമ്പിൾ, ഇപ്പൊ നേരത്തെ നമ്മൾ എഴുതിയ എക്സാമ്പിൾ എന്തായിരുന്നു? അല്ലെങ്കിൽ വേറൊരു സെന്റൻസ് എടുക്കാം. അവർ, നമ്മൾ പണ്ട് എഴുതിയിട്ടുള്ളത് തന്നെ, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ അങ്ങനെ എഴുതിയതാണ്, നിങ്ങൾക്ക് ആ കണ്ടിന്യൂറ്റി മനസ്സിലാവാൻ വേണ്ടി. കളിക്കുകയായിരിക്കും എന്ന് പറഞ്ഞതിനേക്കാളും ഈ കണ്ടിന്യൂറ്റിയെ സൂചിപ്പിക്കാൻ ഏറ്റവും നല്ലത് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ്. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വരാൻ പോകുന്ന കാലത്ത്, ആ കാലത്താകട്ടെ ആ ആക്ഷൻ കണ്ടിന്യൂസ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് വരാൻ പോണ കാലത്താണ്, വന്നിട്ടില്ല, കളിച്ചിട്ടില്ല, കളിക്കാൻ പോണേ ഉള്ളൂ. പക്ഷേ എങ്ങനെ കളിക്കാൻ പോകണം? തുടർച്ചയായി കളിക്കാൻ പോകും. കളിച്ചിട്ടില്ല, ഇതുവരെ കളിച്ചിട്ടില്ല, കളിക്കാൻ പോണേ ഉള്ളൂ. പക്ഷെ അതെങ്ങനെയായിരിക്കും? കണ്ടിന്യൂസ്ലി. ദാറ്റ് ഈസ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. Then verb കളിക്കുക, that is verb. ആര്? അവർ. Subject what? Football. Object. Then നമുക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് SVO പാറ്റേണിലേക്ക് മാറ്റണം. യെസ്, അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിനെ നമ്മുടെ SVO പാറ്റേണിലേക്ക് മാറ്റണം. ആരാണ് verb? കളിക്കുക, play കളിക്കുക. Who? അവർ. That is the subject here. Sorry, they. അവർ എന്നുള്ളതിന്റെ സബ്ജക്ട് രൂപം they is the subject here. SI. Then verb. verb എഴുതുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് മാത്രമേ ഓക്സിലറി ഇല്ലാതെ എഴുതാൻ പറ്റൂ. ഇനി ഇവിടെ ഓക്സിലറി എഴുതിയേ പറ്റൂ. ദേക്ക് യോജിച്ച ഓക്സിലറി വിൽ ബി ആണോ ഷാൾ ബി ആണോ? വിൽ ബി. ഷാൾ ബി എവിടേക്കാണ്? ഐ എന്നോ വി, WEV, ഞങ്ങൾ എന്നുള്ള വി എന്നോ വരുമ്പോഴാണ് ഷാൾ ഉപയോഗിക്കുക. മറ്റെല്ലാ സാഹചര്യങ്ങളിലും വില്ലാണ് ഉപയോഗിക്കുക. ദേ വിൽ ബി വാട്ട്? പ്ലേ എന്ന് പോരാ, V1 ഫോം ഓഫ് പ്ലേ ആണ്. പ്ലേ, പ്ലേഡ്, പ്ലേയിങ്. They will be playing what? Football. They will be playing football. What is the verb here? Playing. Who? They. What? Football. That is object. SOV. Then we should make a question here to get the answer as football. Then അവർ എന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും? That will be the question. അവർ എന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും?
അവർ എന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. Then again the question word comes as what. ക്വസ്റ്റിന്റെ ഓർഡർ ഒന്നും ഇനി വീണ്ടും പറയണ്ടല്ലോ, ഞാൻ ഒരുപാട് പറഞ്ഞാണ്. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലിയറി സബ്ജക്റ്റ് പ്ലസ് വെർബ്. Then അവർ എന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്? ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്, ഓക്സിലിയറി വെർബ്. ഇവിടെയാണ് ഈ സ്പ്ലിറ്റഡ് ഓക്സിലിയറി ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. അതേപോലെ ഇനി പഠിക്കാൻ വരുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റിനും ഈ അസുഖം ഉണ്ട്. രണ്ട് ഓക്സിലറി ചേർന്നിട്ടുണ്ടാവുന്ന ഓക്സിലറി ആണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. അതായത് ഇപ്പൊ വില്ലും ബിയും, അതേപോലെ വിൽ ഹാവ്, ഷാൾ ഹാവ് എന്നൊക്കെ വരാറുണ്ട്. ഇങ്ങനെ രണ്ട് ഓക്സിലറി ചേർന്ന് വരുമ്പോൾ, രണ്ട് ഓക്സിലറി ചേർന്നിട്ട് ഒരു ടെൻസിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ, ഒരു ടെൻസിന് ഓക്സിലിയറി വെർബിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി രണ്ട് ഓക്സിലിയറി വെർബ് ചേർന്ന് ഒന്നായി നിൽക്കുകയാണെങ്കിൽ, ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ എഴുതുമ്പോ നെഗറ്റീവ് എഴുതുമ്പോ ഇവ ഒന്നിച്ച് നിൽക്കുകയില്ല, സ്പ്ലിറ്റ് ചെയ്തിട്ടേ നിൽക്കുള്ളൂ. അത് ഞാനിവിടെ കാണിച്ചു തരാം. എപ്പോഴൊക്കെയാണ് സംഭവിക്കുക? ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത്, ചോദ്യം എഴുതുന്ന സമയത്ത്, നെഗറ്റീവ് എഴുതുന്ന സമയത്ത്, നിഷേധവാചകം എഴുതുന്ന സമയത്ത്, ഈ ഇപ്പൊ വിൽ ബി, അങ്ങനെ വിൽ ബി ഒരുമിച്ച് ചേർന്ന് നിൽക്കില്ല, അതിന്റെ ഇടയിൽ വേറെ ആളുകൾ വരും, അതുകൂടെ കാണാം. അപ്പൊ ഈ ഓക്സിലറി സ്പ്ലിറ്റ് ആയി പോകും. ക്വസ്റ്റ്യന്റെ സമയത്തും നെഗറ്റീവിന്റെ സമയത്തും ഓക്സിലറി സ്പ്ലിറ്റ് ആകും. അത് ശ്രദ്ധിക്കണം. അത് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസിനും ഇനി നമ്മൾ ഭാവിയിൽ പഠിക്കാൻ പോകുന്ന, അടുത്ത ദിവസം തന്നെ പഠിക്കാൻ പോകുന്ന ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. ആദ്യത്തെ വാചകത്തിൽ അത് കുഴപ്പമില്ല, ഒരുമിച്ചിരിക്കുന്നു, ദേ വിൽ ബി. ബട്ട് ഹിയർ ഇത് സ്പ്ലിറ്റ് ആവാൻ പോവുകയാണ്. ഈ വില്ലും ബിയും സ്പ്ലിറ്റ് ആവാൻ പോവുകയാണ്. ക്വസ്റ്റ്യനില് ഇവ ഒന്നിച്ചിരിക്കില്ല. ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇവ അകന്നു മാറി അതിന്റെ ഇടയിൽ സബ്ജക്റ്റ് ഇരിക്കും. അതാണ് ഇവിടെ ഉണ്ടാവാൻ പോണത്. നോക്കുക. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലിയറി വെർബ് നിങ്ങൾ വിൽ എന്നേ എഴുതാൻ പാടുള്ളൂ. ബി അവിടെ എഴുതരുത്. വാട്ട് വിൽ. ഇനി സബ്ജക്റ്റ് എഴുതാം. ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലിയറി സബ്ജക്റ്റ് ദേ. വാട്ട് വിൽ ദേ. ദേ എന്നുള്ള സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞിട്ടേ ബി എഴുതാവൂ. അപ്പൊ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഈ വിൽ ബി എന്നുള്ള ആ ഓക്സിലിയറി വെർബിനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് അതിനിടയിൽ സബ്ജക്റ്റ് കയറി. അപ്പൊ നിങ്ങൾ എത്രയും മനസ്സിലാക്കും. ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി സബ്ജക്ട്, അങ്ങനെ ആ ഓക്സിലറി ആയിട്ട് വില്ല് എടുക്കാവും. സബ്ജക്ട് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ബി എഴുതാൻ പാടുള്ളൂ, സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പാടുള്ളൂ. ഒരു പ്രത്യേകതയാണ് ഈ ടെൻസിന്റെ. അപ്പോ ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി സബ്ജക്ട്. ഇനി വെർബ് പ്ലേയിങ്. ക്വസ്റ്റ്യൻ മാർക്ക്. ഫുട്ബോൾ നമ്മൾ എഴുതാൻ പാടില്ല. ഫുട്ബോൾ നമ്മൾ എഴുതിയ എന്താ അർത്ഥം? വാട്ട് വിൽ ദേ ബി പ്ലേയിങ്? അവരെന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും? ഫുട്ബോൾ. അങ്ങനെ ചോദ്യം ഉണ്ടാവോ? ഇല്ല. അതൊരു മഹാമണ്ഡലത്തിനെ പിടിച്ച ചോദ്യമായിരിക്കും. ഫുട്ബോൾ എന്നുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരാണ്. അത് ഒരിക്കലും ഇവിടെ ചേർത്ത് എഴുതരുത്. ഇനി ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും അടുത്തത്? അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ എന്നാണ്. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ? യായിരിക്കുമോ? ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ? വരാൻ പോണ കാലത്ത് ഉണ്ടാവണതല്ലേ. ദെൻ അതൊരു ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ, സംശയ ചോദ്യം. യെസ് ഓർ നോ എന്നുള്ള ഉത്തരാണ് അതിന് വരിക. അപ്പൊ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ഷുഡ് ബി സ്റ്റാർട്ടഡ് വിത്ത് ഓക്സിലിയറി വെർബ്. സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് അതിൽ വേണ്ട. അപ്പൊ വിൽ. ഇവിടെയും നിങ്ങൾ ഓക്സിലിയറി വെർബ് വെച്ച് വിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ദെൻ യു ഷുഡ് റൈറ്റ് ദ സബ്ജക്റ്റ് ദേ. ഇനി മാത്രമേ ബി എന്ന് എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഈ ഓക്സിലിയറി വെർബ് ഇവിടെ സ്പ്ലിറ്റ് ആയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതാണ് ഈ ടെൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഓക്സിലിയറി വെർബ് സ്പ്ലിറ്റഡ് ആണ്, ക്വസ്റ്റ്യനിലും നെഗറ്റീവിലും. അപ്പൊ ഇത് രണ്ടും ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഒന്ന് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. വിൽ ദേ ബി പ്ലേയിങ്? വെർബ് വാട്ട്? ഫുട്ബോൾ. അതിൽ ഉത്തരവ് അതിൽ തന്നെ ഉണ്ടാവും. അതാണ് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യന്റെ പ്രത്യേകത. വിൽ ദേ ബി പ്ലേയിങ് ഫുട്ബോൾ? ദെൻ അതിന്റെ പോസിറ്റീവ് ആൻസർ എന്താണ്? യെസ് ദേ
വിൽ ബി, അവിടെ വിൽ ബി ഒരുമിച്ചിരിക്കും. കാരണം അത് ഫസ്റ്റ് സെന്റൻസ് അസർട്ടീവ് സെന്റൻസ് ആണ്, അതിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്സിലറി വെർബ് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദേ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ. ബട്ട് ഇനി അടുത്ത സെന്റൻസ് നോക്കൂ. നോ, ദേ സബ്ജക്ട്, സോറി, ദേ. ഇനി ഓക്സിലറി വെർബ് നമ്മൾ സാധാരണ ഒരു വാചകത്തിലെ നിഷേധം ഉണ്ടാക്കുക എങ്ങനെയാണ്, നെഗറ്റീവ് ഉണ്ടാക്കുക എങ്ങനെയാണ്? സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിൽ ഓക്സിലറി വെർബ് വെച്ച് അതിന്റെ കൂടെ നോട്ട് ചേർക്കുക എന്നുള്ളതാണ്. അപ്പോ ദേ എഴുതിട്ട് വിൽ ബി നോട്ട് എഴുതണ്ടേ? അപ്പോ അങ്ങനെയല്ല എഴുതുക, സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളില് നോട്ട് ഇറക്കി വെക്കണം. ദേ വിൽ നോട്ട് ബി, വിൽ ബി നോട്ട് അല്ല, വിൽ നോട്ട് ബി. ഇത് സ്പ്ലിറ്റ് ചെയ്തതിന്റെ ഇടയിലാണ് നോട്ട് ഇരിക്കുക. ഈ വിൽ ബി എന്നുള്ള ഓക്സിലറി വെർബ് സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ ഇടയിലാണ് നോട്ട് ഇരിക്കുക. സോ ദേ വിൽ നോട്ട് ബി പ്ലേയിങ് ഫുട്ബോൾ. ഇപ്പോ ഇതിൽ നിന്ന് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിൽ ബി ഷാൾ ബി ആണ് അതിന്റെ ഓക്സിലറീസ്. ഈ വിൽ ബി എന്നുള്ളത് ക്രിയേറ്റഡ് ഓക്സിലറി ആണ്. രണ്ട് ഓക്സിലറി സ്വഭാവമുള്ള സാധനങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്, വേർഡ്സ് ചേർത്ത് വെച്ചുണ്ടാക്കിയിട്ടുള്ള ഓക്സിലറീസ് ആണ്. അതുകൊണ്ട് തന്നെ സാധാരണ വാചകം എഴുതുമ്പോൾ വിൽ ബി ഷാൾ ബി ഒക്കെ ഒരുമിച്ചിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്വസ്റ്റ്യൻ, ചോദ്യം എഴുതുന്ന സമയത്ത് ഈ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി എന്ന് എഴുതുമ്പോൾ വിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഷാള ഉപയോഗിക്കുന്നത് ഷാൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നിട്ട് സബ്ജക്ട് എഴുതി കഴിഞ്ഞു, ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി സബ്ജക്ട് എഴുതി കഴിഞ്ഞിട്ടേ ബി എന്ന് വെക്കാൻ പാടുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. അതേപോലെ തന്നെ ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ക്വസ്റ്റ്യൻ വേർഡ് വേണ്ടായാലും ഓക്സിലിയറി വെർബ് വെച്ച് തുടങ്ങി സബ്ജക്ട് വെച്ചു പ്ലസ് ബി ആണോ. വിൽ ബി ദേ എന്നല്ല പറഞ്ഞത്, വിൽ ദേ ബി എന്നാ പറഞ്ഞത്. വില്ലും ബിയും സ്പ്ലിറ്റ് ആക്കി അതിന്റെ നടുക്ക് ദേ എഴുതണം എന്നർത്ഥം. അതേപോലെ നെഗറ്റീവ് ഉണ്ടാക്കിയത് നോക്കുക. സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് അതിൻ്റെതായ ഓക്സിലറി വെർബ് വെച്ച് നോട്ട് ചേർക്കുക എന്നാണ് നെഗറ്റീവ് ഉണ്ടാക്കാനുള്ള സാധാരണ നിയമം. സബ്ജക്റ്റ് വെർബ് അതിന്റെ ഇടയിൽ വിൽ ബി നോട്ട് എന്നല്ല എഴുതുക. വിൽ ബി എന്നുള്ള ഓക്സിലറി വെർബ് വിൽ ബി നോട്ട് എന്ന് എഴുതാൻ പാടില്ല. വിൽ ബി എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ഇടയിലാണ് നോട്ട് വെക്കേണ്ടത്. വിൽ നോട്ട് ബി അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. Particularity of future continuous tense. ഒന്നുകൂടി പറയാം. ഒരു ഫംഗ്ഷൻ, a function will occur, an action will occur at a point of time in the future. ഭാവിയിലെ ഏതോ ഒരു സമയത്ത് ഒരു ആക്ഷൻ സംഭവിക്കും. And it will continue for an expected period of time. പ്രതീക്ഷിക്കപ്പെടുന്ന കുറച്ച് സമയത്തേക്ക്, അല്ലെങ്കിൽ എത്രയോ ഒരു പ്രതീക്ഷിക്കപ്പെടുന്ന സമയത്തേക്ക് ആ ആക്ഷനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കുട്ടികള് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വിഷമാവണ്ട. ഇപ്പോ കുട്ടികളെ ഇത്രയും മനസ്സിലാക്കുക, ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഇതിൽ തന്നെ പറഞ്ഞു, എക്സാമ്പിള്, അവർ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അവരിപ്പോ ഫുട്ബോളായിട്ട് വന്നിട്ടുണ്ടോ ഇല്ല, കളിച്ചിട്ടുണ്ടോ ഇല്ല, ഭാവിയിൽ നടക്കാൻ പോണ കാര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് പ്രയോഗത്തിലൊക്കെ വരുമ്പോ അതിന്റെ കൂടെ വേറെ ഫ്രേസുകളൊക്കെ ഉണ്ടാവും വാചകത്തില്. മനസ്സിലാവും. നാളെ ഈ സമയമാകുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അറ്റ് ദിസ് ടൈം ടുമാറോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എഴുതുക. ദേ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ ഇൻ ദ ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അപ്പോ ഈ സമയത്ത് നാളെ അവര് ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെയാണ്. മനസ്സിലാവുന്നു. അപ്പോ ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ പീസാക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത് വാചകങ്ങളിനെ. ഇവരൊക്കെ പ്രയോഗത്തിൽ വരുമ്പോൾ അതിന്റെ മുകളിൽ കുറെ മാലയും വളയും ഒക്കെ തളയും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വലിയ വലിപ്പമുള്ള വാചകങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ സ്ട്രക്ചർ പഠിക്കുമ്പോൾ അതൊക്കെ കൂടി ചേർത്ത് എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അപ്പൊ ഇതില് ഒരിക്കലും നിങ്ങൾ മറക്കരുത്, പ്രസന്റ് കണ്ടിന്യൂസിലും പാസ്റ്റ് കണ്ടിന്യൂസിലും ഇല്ലാത്തൊരു പ്രശ്നം ഇതാണ്. ഇതിലെ ഈ ഓക്സിലറി വിൽ ബി, ഷാൾ ബി എന്നുള്ളതിനെ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും നെഗറ്റീവ് എഴുതുമ്പോഴും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ക്വസ്റ്റ്യനിൽ നോക്കുക, ക്വസ്റ്റ്യൻ മേഡ് ഓക്സിലിയറി സബ്ജക്റ്റ് എന്നിട്ടാണ് ബി വരുന്നത്. ഈ വിൽ ബി എന്നുള്ളതിന്റെ ഇടയിൽ സബ്ജക്റ്റ് വരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അത് തന്നെയാണ് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെഗറ്റീവ് ഉണ്ടാക്കുമ്പോ വിൽ ബി നോട്ട് അല്ല, ആ വിൽ ബി എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വിൽ നോട്ട് ബി എന്നാണ് വെച്ചിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ഞാനിപ്പോ എക്സസൈസും തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. We have covered many exercises, many examples. അതിലെ എല്ലാ എക്സാമ്പിളും എടുത്തിട്ട് നിൽക്കും ചെയ്തു നോക്കുക. പരമാവധി ഒരു 2-4 എണ്ണമൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ അതിൽ വരുന്ന തെറ്റുകൾ നമുക്ക് ചർച്ച ചെയ്യാം, നമുക്കത് ശരിയാക്കാം. നോക്കൂ, we have covered 6 tenses now, 6 subdivision of tenses. Then we have to cover 3 division of tenses. Really it is 6 division. ഞാൻ പറഞ്ഞല്ലോ, അവസാനത്തെ 3 ടെൻസുകൾ നമ്മൾ വേറെ രീതിയിലാണ് പഠിക്കേണ്ടത്. ഇനി നാളെ മുതൽ, അടുത്ത ക്ലാസ് മുതൽ ഞാൻ വേറെ ടെൻസുകളാണ് എടുക്കുക. അപ്പൊ നമ്മള് സിമ്പിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ we have covered 3 tenses. കണ്ടിന്യൂസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഏതൊക്കെ ടെൻസാണ് കവർ ചെയ്തത്? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇതിലേത് ടെൻസിനെ കുറിച്ച് എപ്പോ ചോദിച്ചാലും അതിന്റെ ഓക്സിലറി വെർബും വെർബിന്റെ ഫോമും നിങ്ങൾക്ക് പറയാൻ കിട്ടണം. അപ്പൊ നിങ്ങൾ വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു, അറിയോ സിമ്പിൾ പ്രസന്റിൽ വിച്ച് ആർ ദ മെയിൻ ഓക്സിലറീസ്, വാട്ട് ഈസ് ദ ഫോം ഓഫ് ദ വെർബ്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് കളിച്ചാണ് കുറച്ചുകൂടി നന്നായിട്ടത് മനസ്സിലുറയ്ക്കും. അങ്ങനെ നമ്മൾ സ്കൂൾ തുറക്കുമ്പോഴേക്കും അത് മനസ്സിലുറപ്പിക്കുക. ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരിക്കലും വിടാതെ തേച്ച് മിനുക്കി ഉറപ്പിക്കുക. ഈ ടെൻസ്, ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ. ഈ ടെൻസിനെ കുറിച്ചുള്ള ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലും വളരെ ഈസി ആയിട്ട് കൈവശപ്പെടുത്താനായിട്ട് കഴിയും. ഓൾ ദി ബെസ്റ്റ്.